ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഇപ്പോൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു പൂരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. പൂരത്തിൻ്റെ തലേ ദിവസം ഞങ്ങൾ ഗാനമേള കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ശരിക്കും മെയിൻ റോഡ് കൂടെ അല്ല കേട്ടോ പോണത്. അപ്പോൾ ഇതിൻ്റെ വീടിൻ്റെ പുറകുവശത്ത് കൂടെ ഒരു റോഡുണ്ട്, എളുപ്പവഴിയുണ്ട്. അപ്പോൾ അത് കൂടെയാണ് കേട്ടോ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോണത്. അപ്പോൾ ഇതാ ഞങ്ങളിത് അമ്പലത്തിൻ്റെ അടുത്തെത്തി. അമ്പലത്തിന് തൊട്ടുള്ള പാടത്താണ് കേട്ടോ ഗാനമേള നടക്കണത്. അപ്പോൾ നേരെ ഞങ്ങളതാ അവിടേക്ക് എത്തി ഗാനമേള കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പരിപാടി. And first, thank you so much to the team Rock Creation for having me here for this wonderful show. जो मजा है मजा है जिसका या नया है तुझको आज हुआ അങ്ങനെ അടിപൊളിയായിട്ട് ഗാനമേളയൊക്കെ കണ്ടിട്ട് മുഴുവനാവണതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. വരുമ്പോൾ ഇതാ നവസൗഹൃദയുടെ കാളയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണ കാള, നവസൗഹൃദ കുറുക്കപ്പറമ്പ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തേക്ക് പോകുന്നതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാനും അതിൽ കൂടിയിട്ട് ഇങ്ങനെ നടന്ന് അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ അവിടെ പറ വയ്ക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പെട്ടുപോയിട്ട് അവിടെ എന്തോ ഒരു പൂജയൊക്കെ ആയിട്ട് നട അടച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പാടത്തു കൂടെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞങ്ങൾ തൊഴുത് തിരിച്ചു വന്നു. പിന്നെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഡ്രസ് കോഡൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പോൾ ഞങ്ങൾ സാധാ ചോറ്, അവിയൽ, സാമ്പാർ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുട്ടികളുടെ ഡ്രസ് കോഡാണ് കേട്ടോ. ഈ റോസ് കളർ ഡ്രസ്സാണ് കേട്ടോ എല്ലാവരും. ഈ ഒരു ഭാഗത്തുള്ളവരുടെയൊക്കെ ഡ്രസ് കോഡ് ഇതായിരുന്നു. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാന് ശേഷം ഞാനിങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വയറുന്ന് വെച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ പുറപ്പെട്ട് പൂരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി.
അത് 100 റുപ്യ, അത് 100, 100, 100. ആരിതിന് ദൂരം നമ്മ കൈ പിടിക്കാം. നിക്ക് ഇവിടുന്ന്. ഫെബ്രുവരി മാസം 10-ാം തീയതി ശ്രീ തിരുവനന്തപുരം ക്ഷേത്രത്തിലെ ഫെബ്രുവരി 13-ാം തീയതി അറയത്തായ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി അതിഗംഭീരമായി ആഘോഷിക്കും. അങ്ങനെ പൂരൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോന്നു, കൂടുതലൊന്നും കാണാനായിട്ട് നിന്നില്ല. എന്നിട്ട് വരുന്ന വഴിക്ക് കുറച്ച് പൊരി നുറുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇന്നത്തെ പൂരത്തിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇവരതാണ്ടോ ആ ജിലേബിയുടെ സംഭവം അങ്ങനെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ടാറ്റാ ബൈ.